സഖാവ് വി എസിന് വീട് പോലെ പ്രിയപ്പെട്ട ഇടമാണ് ഈ ആലുവ പാലസ്. തലസ്ഥാനം വിട്ടുകഴിഞ്ഞാൽ സഖാവ് ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ളത് ഈ ഒരു ആലുവ പാലസിലായിരിക്കും. 18 വർഷത്തോളം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വന്നു പോയിരുന്നു. ആദ്യ നിലയിലെ 107 നമ്പർ മുറിയായിരുന്നു CBS വരുമ്പോൾ സ്ഥിരമായി താമസിച്ചിരുന്ന മുറി. ഈ മുറിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ജനാലകൾ തുറന്നിട്ടാൽ തൊട്ടപ്പുറത്ത് ആലുവ മണപ്പുറവും അതേപോലെ തന്നെ പെരിയാറും ഒക്കെ കണ്ട് ആസ്വദിക്കാം. ഈ ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ ഈ ഒരു പാലസിൻ്റെ ഒരു പഴമയുടെ പ്രൗഢിയുമൊക്കെ തന്നെയായിരുന്നു വി എസിനെ ഇങ്ങോട്ട് ആകർഷിച്ചത്. ഈ മുറിയിലേക്ക് വി എസ് വരുമ്പോൾ ഇവിടെയുള്ള ജീവനക്കാർ വി എസിന് വേണ്ടി സാമ്പ്രാണിത്തിരി കത്തിച്ചു വെക്കുന്നുണ്ട്. കാരണം വി എസിന് എയർ ഫ്രഷ്നറിൻ്റെ ഗന്ധം തീരെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് വി എസ് വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇവിടെയുള്ള ജീവനക്കാർ ഈ സാമ്പ്രാണിത്തിരി കത്തിച്ച് അതിൻ്റെ ഗന്ധമാകെ മുറിയിൽ പരത്തി വെക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അവർ വി എസിനെ ഈ മുറിയിലേക്ക് സ്വീകരിച്ചിരുന്നത്. അതിന് പകരം സാമ്പ്രാണി കത്തിച്ച് വെച്ച് അതിൻ്റെ പുക ആൾ വരുമ്പോഴേക്കും പുകയൊക്കെ തീരണം, അതിൻ്റെ സ്മെല്ല് റൂമിൽ നിൽക്കണം. അതായിരുന്നു നമുക്കിഷ്ടം. പലത് വയ്ക്കാൻ മാവിൻ്റെ ഇല വേണം, പഴുത്ത മാവിൻ്റെ ഇല, പച്ചയർക്കിളി, ഇതെല്ലാം ഞങ്ങൾ തലേദിവസം തന്നെ സംഘടിപ്പിച്ച് വയ്ക്കും. പിന്നെ നടത്തം കഴിഞ്ഞ് വന്ന ഒരു ഗ്ലാസ് കരിക്കും വെള്ളം. ഈ ആലുവ പാലസിലെ എല്ലാ മുറികളും അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഈ 107 നമ്പർ മുറിയും നിലവിലിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ മുറിയിൽ മറ്റൊരു രസകരമായ സംഭവം കൂടി നടന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് വി എസ് സഖാവ് വരുന്നത് അറിഞ്ഞിട്ട് അന്ന് ഇവിടെ താമസിച്ചിരുന്ന മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി വി എസിന് വേണ്ടി സ്നേഹത്തോടെ ഈ മുറി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം വി എസിന് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു ഈ മുറി. അത് ഉമ്മൻചാണ്ടിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പപ്പായ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവർക്ക് നാടൻ പപ്പായാണ് ഏറ്റവും ഇഷ്ടം. പപ്പായ പഴുത്ത നല്ല പപ്പായ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക്. പപ്പായയുടെ ഉപ്പേരി ഇഷ്ടമായിരുന്നു. പിന്നെ വൈകിട്ടാണെങ്കിൽ ചപ്പാത്തി, വെജിറ്റബിൾ കറി. വെജിറ്റബിൾ കറി ഏറ്റവും ഇഷ്ടം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഏറ്റവും ഇഷ്ടം. പുട്ട്, ഞാലിപ്പോലും പഴം. ആൾ നമ്മൾ ജീവനക്കാരോട് നല്ല സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, എപ്പോൾ വേണമെങ്കിലും കയറിച്ചില്ല. അങ്ങനെ വി എസ് ഒരുപാട് അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന ഒരു മുറിയാണ് ഈ 107 നമ്പർ മുറി. അതേപോലെ തന്നെ വി എസ് വളരെ സ്നേഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ആലുവ പാലസ്. വി എസിൻ്റെ ഓർമ്മകളും അതുപോലെ തന്നെ ഈ ഒരു 107 നമ്പർ മുറിയിലെ സാമ്പ്രാണിത്തിരിയുടെ മടവുമൊക്കെ വി എസിനെ സ്നേഹിക്കുന്നവർക്ക് എന്നും ഇവിടെ നിന്ന് അനുഭവിക്കാനാവും. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.